ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്താ സംഭവം നടന്നെന്നുള്ളത്. ഇതിപ്പോൾ ഞങ്ങളുടെ ഏരിയയിലുള്ള കേൾക്കാമോ? ഞങ്ങളുടെ ഏരിയയിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് 117 മീറ്റേഴ്സാണ്. അതിൽ നമ്മൾക്ക് അപ്രോച്ച് 2 എണ്ണം, അതായത് ഈ ഭാഗത്തുള്ളതും പിന്നെ അങ്ങോട്ടുള്ളൊരു ഫ്രണ്ടിലുള്ള 17 മീറ്റേഴ്സാണ് ആക്സസിബിൾ ആയിട്ടുള്ളത്. അവിടെയാണ് ഞങ്ങളിപ്പോൾ ക്ലീൻ ചെയ്ത് തുടങ്ങി. അത് ആക്ച്വലി ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ നമ്മൾ പലരും ജിജി തോമസൺ സാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ, ഈ പറഞ്ഞതുമാതിരി കോർഡിനേഷനാണ്. റെയിൽവേയുടെ കോർഡിനേഷൻ വേണം, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, പിന്നെ കോർപ്പറേഷൻ, ഇവരായിട്ട് എല്ലായിട്ടും ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതൊരു സ്റ്റേറ്റ് ഹയർ ലെവലിൽ നടത്തിയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 2015 എല്ലാവർക്കും അറിയാം, ഒരു ഓപ്പറേഷൻ അനന്ത് നടത്തിയായിരുന്നു സാർ, ജിജി തോമസൺ സാർ. അപ്പോൾ കംപ്ലീറ്റ് റെസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ്സ് റെയിൽവേ ലാൻഡ് ഒരു ഔട്ട്സൈഡ് ഒരു തമിഴ് എല്ലാം ക്ലീൻ ആയിട്ട് ചെയ്തായിരുന്നു. ആൻഡ് 2018 അതുപോലെ അവർ കോർപ്പറേഷൻ തന്നെ ക്ലീൻ ചെയ്ത്, 22 അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത്. ലാസ്റ്റ് ഇയർ മാത്രമാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളത് ക്ലീൻ ചെയ്ത്, അത് ഞങ്ങളൊരു നല്ല ഉദ്ദേശം ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ പരിമിതി വെച്ചിട്ട് നമ്മളെ ഇനിഷ്യേറ്റീവ് ചെയ്തതാണ്. ഈ വർഷം കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്ന് പല റിക്വസ്റ്റ് വന്നു. ഞങ്ങൾ റെയിൽവേയുടെ സ്ഥലം ക്ലീൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ കൊടുത്തതും വർക്ക് ഓർഡർ കൊടുത്തതും. അവർ തന്നെ ഇറിഗേഷൻ തന്നെയുള്ള കോൺട്രാക്ടിനെയാണ് ഏൽപ്പിച്ചത്. അതെ, കോർപ്പറേഷൻ. കാരണം വെച്ചാൽ നിങ്ങളെല്ലാം കണ്ടതാണ്, വേസ്റ്റ് എല്ലാം വരുന്നത് പല ഭാഗത്തുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ തോടിലോട്ട് വരികയാണ്. ഞങ്ങൾ അവിടെ മെഷ് കെട്ടിയത് മാത്രമാണ് കുറേയെങ്കിലും ആ കംപ്ലീറ്റ് വേസ്റ്റ് ഇങ്ങോട്ട് വരാത്തത്. എല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ ഇതെന്താന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതിനടിയിൽ നമ്മൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ബിറ്റ്വീൻ ഒരു 10 ഒരു 60 മീറ്ററിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എക്സ്പേർട്ട് അല്ല. ഇത് ചെയ്യണമെങ്കിൽ അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു നല്ല ഉദ്ദേശത്തിൽ കൂടി ഞങ്ങൾ ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്നലെ മുതൽ ഞങ്ങളെ ഓഫീസർ ഞങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഞാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ റോഡ് 4 and 3 and 4 ഞങ്ങൾ കംപ്ലീറ്റ് കൊടുത്തു. റെയിൽവേ ബ്ലോക്ക് കൊടുത്തു ഞങ്ങൾ. ഇപ്പം ഇന്ന് തന്നെ ഫുഡ് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇന്ന് പിന്നെ ലൈറ്റിംഗ് ഇപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അഡീഷണൽ ലേബർ സപ്ലൈ നമ്മൾ കൊടുത്തു. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നു ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊരു ഇനിഷ്യേറ്റീവ് ഇൻഫാക്ട് ഇറ്റ് ഈസ് കോർപ്പറേഷൻ്റെ ജോലിയാണ് ഇതൊരു കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനുള്ളത്. ടണലിനകത്തുള്ള വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് റെയിൽവേ നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനേഷൻ എവിടെയെന്നുള്ളത് നോക്കണം. ഈ ഒറിജിനൽ എന്ന് പറയുന്നത് റെയിൽവേ ഉണ്ടാക്കിയതല്ല. ഇത് റെയിൽവേയുടെ ഞങ്ങളുടെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ വേസ്റ്റ് ആണ്. റെയിൽവേക്ക് ഒരു വേസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ പിറ്റ് ലൈൻസ് ഉണ്ടല്ലോ, അതായത് റെയിൽവേ ട്രെയിൻസ് ക്ലീൻ ചെയ്യുന്നൊക്കെ വെള്ളം ഞങ്ങൾ ആക്ച്വലി വേറൊരു ലൈൻ വഴി ഒരു വാട്ടർ റീസൈക്ലിംഗ് പ്ലാന്റിൽ പോയിട്ട് തിരിച്ച് ആ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. ഞങ്ങളത് അമേജിൻ തൊഴിൽ ഒഴിക്കുന്നേ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് യാർഡാണെങ്കിലും ട്രെയിനകത്തിൽ വേസ്റ്റിനും സെപ്പറേറ്റ് കോൺട്രാക്ട് ഉണ്ട്. അത് ആ കോൺട്രാക്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് പുറത്താണ് കളയുന്നത്. ഇവിടെയല്ല ഞങ്ങൾ കളയുന്നത്. റെയിൽവേയുടെ സൈഡിൽ ഒരു വേസ്റ്റ് കൂടി ഇതിനകത്ത് വരുന്നില്ല. 2015 2018 22 ചെയ്തായിരുന്നു. 23 ഞങ്ങൾ ചെയ്തു. കാരണം വെച്ചാൽ അന്നത്തെ നമ്മളൊരു പോസിറ്റീവായിട്ട് ഇത് ചെയ്തതാണത്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷവും ഞങ്ങൾ ചെയ്യാൻ പോകും. ഞങ്ങളത് ശരിക്കും പറഞ്ഞ ഒരു ഈവൻ ദോ റെയിൽവേയുടെ അല്ലെങ്കിലും ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത കാര്യമാണ്. അത് നമ്മൾ അതും ഒരു എക്സ്പീരിമെൻ്റ് ഇറിഗേഷൻ കോൺട്രാക്ട് തന്നെ വെച്ച് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എന്താണെന്ന് വെച്ചാൽ ബേസിക് പ്രോബ്ലം ആരും അഡ്രസ്സ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇത്രയും ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല, ഞാൻ ഇപ്പൊ ഞങ്ങളുടെ സ്ഥലത്തിന്റെ ഇടയിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ ഒരു സാധനത്തിന് ചെയ്യണ്ടേ? ഒറിജിനൽ എന്ന് പറഞ്ഞ സാധനം ആരാ ക്ലിയർ ചെയ്യേണ്ടത്?